സമൃദ്ധിയുടെ കൽപ്പടവുകളിലൂടെ വീണ്ടും ചിങ്ങം പിറന്നു. വേനലിന്റെ ആലസ്യത്തിൽ പ്രകൃതിയെ തൊട്ടുനിർത്തി തോരാത്ത മഴയും ചിങ്ങത്തെ വരവേറ്റു. കാർഷിക അഭിവൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും മഹോത്സവം എന്നൊക്കെ ചിങ്ങത്തെ വിശേഷിപ്പിക്കാം. ഒരു വർഷത്തിന്റെ ആഡംബരപൂർവമായ തുടക്കം. തൊടികളിലും പുൽക്കൊടികളിലും വസന്തത്തിന്റെ നിറമിഴിയുമായി പൂക്കളെത്തി. ചിങ്ങമാസ പൂജകൾക്കായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടന്നു. തെക്കൻ കേരളത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആഘോഷിക്കുകയാണ്. ചിങ്ങം പിറന്നാൽ ഓണത്തിന് തുടക്കമാകും. ഓണത്തെ വരവേൽക്കാനും മലയാളി മറക്കുന്നില്ല. മഴ കുറവാണെന്ന ആശങ്ക നിലനിൽക്കെയാണ് പെരുമഴക്കാലത്തിന്റെ സൂചനയെന്നോണം കനത്ത മഴ എത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കേരളത്തിലെമ്പാടും മഴ തോരാതെ പെയ്തിറങ്ങിയത്. വെള്ളിയാഴ്ചയും ശക്തമായ മഴ തുടർന്നു. ഒരു തുള്ളിക്കൊരു കുടമെന്ന കണക്കെയാണ് മഴയുടെ ശക്തി. പുഴകളും തോടുകളും കുളങ്ങളും വെള്ളത്താൽ നിറയുകയാണ്. വയലുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. തോടിന്റെ കരകളിലും വരമ്പുകളിലും പുൽപ്പരപ്പുകളിലും വിരിയുന്ന കാഴ്ചകൾ അന്യമായെങ്കിലും അത്യപൂർവമാണ് ഇപ്പോഴും. മഴ തീർക്കുന്ന തണുത്ത അന്തരീക്ഷം മനുഷ്യ മനസ്സുകളെയും ഹൃദ്യമാക്കുന്നു. എന്നാൽ കനത്ത മഴ തുടരുന്നത് ചില തൊഴിൽ മേഖലകളെ നിശ്ചലമാക്കാനും കാരണമാകും. എന്തായാലും ഓണക്കാലത്തെ ശക്തമാക്കുന്ന മഴയെക്കുറിച്ച് രണ്ടഭിപ്രായം സ്വാഭാവികമാണ്. ഇത് ചിങ്ങത്തിന്റെ സ്വന്തം പെരുമഴക്കാലം. നാടെങ്ങും മഴ തിമിർത്തു പെയ്യുമ്പോൾ എങ്ങനെ ഓണം ആഘോഷിക്കുമെന്നുള്ള ആശങ്കയിലാണ് പലരും. ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കൊപ്പം VR ശ്രീകുമാർ.